ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഡേ മൊത്തത്തിലില്ല, വൈകിട്ടുള്ള ഇപ്പോൾ 4:55 ഇപ്പം മുതലുള്ളൊരു ഇതാണ് കാണുന്നത്. അതായത് ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്ന് നോമ്പ് തുടങ്ങിയിരിക്കുകയാണ് നമ്മളെ നാട്ടിൽ. അപ്പോൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഞങ്ങളുടെ പൊന്നാനിയാണല്ലോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനും ഒക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. വൈകിട്ടാണല്ലോ, അപ്പോൾ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. നല്ല വെയിലാണ് ഇപ്പോൾ, അത്യാവശ്യം ചൂടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി വെയിൽ കൊണ്ടാൽ നല്ല തലവേദന വരാറുള്ളത് കൊണ്ട് ഞാൻ വെയിലുള്ള സമയത്ത് ഇറങ്ങാണ്ട് ഈ സമയം നോക്കി ഇറങ്ങിയതാട്ടോ. ഇപ്പോഴും ഇത് അത്യാവശ്യം നല്ല ചൂടിൽ സൂര്യൻ താഴ്ന്നിട്ടൊന്നുമില്ല, മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തുള്ള അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് ഈ സമയത്ത് നോമ്പൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങളെ നാടിന്ന് എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ ഫ്രൂട്ട്സ് കടയൊക്കെ നന്നായി പൂത്തുലഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയ ഫ്രൂട്ട്സിനാണല്ലോ കൂടുതൽ ഡിമാൻഡ്. ഗാലേജിൽ കാറ് നിർത്തിയിട്ട് കറങ്ങി നടക്കുന്ന സ്വഭാവം എനിക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരൊന്നും പറയില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ, പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നോമ്പറക്കണ നേരമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലൊക്കെ നല്ല തിരക്കുണ്ട്. വേറെ എവിടെ അത്ര ആൾക്കാരൊന്നുമില്ല തോന്നുന്നു. എന്നാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ അത് കാണണ്ടേ. ഗലീജിൻ്റെ ബാക്ക് വശത്തു കൂടിയാട്ടാ പോണത്. ഇവിടെ കടികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിലിടയ്ക്കൊരു ഷവർമ ഷോപ്പൊക്കെ കണ്ടപ്പോൾ മണമൊക്കെ അടിച്ചപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. ഇന്ന് ഞാൻ നോൺ കഴിക്കില്ല, അതുകൊണ്ട് തോന്നിയില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികളല്ലാതെ വേറെ കാര്യമായിട്ട് നോമ്പിനൊന്നും കണ്ടില്ല കേട്ടോ. എന്തായാലും ഗലീജിൽ ചുമ്മാതൊന്ന് കയറി നോക്കാം, അവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടോ നോമ്പിനെന്ന്. താഴെയൊന്നും കാണാത്തതുകൊണ്ട് മുകളിലേക്ക് പോയി, പക്ഷെ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഷൂട്ട് ചെയ്യാനായിട്ട്. നോമ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ജംഗ്ഷൻ അത്ര. ഫ്രൂട്ട്സ് കടയൊക്കെ ആക്റ്റീവാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുറേ പൊരിക്കടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വിപണികളുണ്ടാവും. അതാണ് വിചാരിച്ചത്. ഒന്നാമത്തെ കാര്യം വെച്ചപ്പോൾ അവിടെ ആ സൈഡിലൊന്നും അങ്ങനെ വെക്കാനൊന്നും പറ്റാത്തതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒന്നുമില്ല. ഫ്രൂട്ട്സ് കട ഭയങ്കര ആക്റ്റീവാണ്, കുറേ തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നോമ്പ് തുറക്കണ നേരമൊക്കെ ആയി, അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ വീട്ടിൽ പോയിണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വിചാരിച്ചത് നടന്നില്ല. ഇനി പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, ഷൂട്ട് ചെയ്യാൻ ഒരാളില്ലല്ലോ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, ഞങ്ങളുടെ ജംഗ്ഷൻ എങ്ങനെ ഉണ്ടെന്ന്. അല്ലാന്നുണ്ടെച്ചെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി ആക്റ്റീവ് ആവുന്നുണ്ടാവും. അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടാം. തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ പാനിപൂരി ഉണ്ടാക്കാണ്ട് വീട്ടിൽ പോയിട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പാനിപൂരിക്കായിട്ട് കുറച്ച് മിച്ചർ വാങ്ങാമെന്ന് കരുതി, മഞ്ഞ മിച്ചർ. പിന്നെ പുതിനയൊക്കെ വാങ്ങാമെന്ന് കരുതി. ഇവിടെ വീട്ടിലിപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതൊക്കെ വാങ്ങാൻ പോയതാണ്. ഈ നടക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ബോർഡ് വെക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ മിച്ചറും വാങ്ങിച്ചു, പുതിനയും വാങ്ങിച്ചു, സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടാവും. അപ്പം ഞാനാണെങ്കിൽ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപ് ഉണ്ടായിരുന്നത് കേട് വന്നപ്പോൾ വേറൊന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് ആദ്യത്തെ തവണ വന്നത് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ അയച്ചു. എന്നിട്ട് വേറൊന്ന് ഓർഡർ ചെയ്യുക ചെയ്ത് കേട്ടോ ഞാൻ. അപ്പോൾ അതിലേക്ക് ഇന്ന് ആദ്യമായിട്ട് ഉദ്ഘാടനമാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത് ഒക്കെ അതിൽ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ ഈ ഒരു മോഡൽ. ഇതുപോലത്തെ ഒന്ന് വേണമെന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് ചെറിയൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ കുറേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു ഫ്രൂട്ടൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ. ഇതാകുമ്പോൾ നമുക്ക് ഓരോന്ന് ലെയറായിട്ട് എടുത്ത് വെക്കാമല്ലോ. നല്ല ഭംഗിയുള്ളൊരു സാധനം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ നല്ല അടക്കിപ്പറക്കിയൊക്കെ വെച്ചു. ഞാൻ എന്ത് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും ഞാൻ പുറത്ത് തന്നെയാണ് വെക്കാറ്. അതിപ്പോൾ ഏതായാലും മുന്തിരി ആയാലും എന്തായാലും പുറത്ത് മാത്രമേ വെക്കാറുള്ളൂ. ഇതുവരെ എനിക്കങ്ങനെ കേട് വന്നതായിട്ട് തോന്നിയിട്ടില്ല. ഫ്രിഡ്ജിൽ വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്നൊന്നും നമുക്കത് എടുത്ത് കഴിക്കാൻ പറ്റില്ല, നല്ല തണുപ്പായിരിക്കും. പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച്
അപ്പോൾ അപ്പോഴാണ് എനിക്ക് കേടുവരുന്നത് പോലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ തന്നെ വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യണത്, വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യണത്. ഒരു കുഴപ്പവും വരില്ല, കേടൊന്നും വരില്ല. പിന്നെ ഒരുപാടൊന്നും നമ്മൾ വാങ്ങിക്കില്ലല്ലോ, ആവശ്യത്തിനുള്ളതല്ലേ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കേടൊന്നും വരാറില്ല. അപ്പം നിങ്ങളും ഫ്രിഡ്ജിലാണ് ഫ്രൂട്ട്സ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒരിക്കലും കേട് വരില്ല കേട്ടോ. കുറേ കാലം പുറത്ത് വെക്കാഞ്ഞാൽ മതി, നമ്മളത് നമ്മൾക്ക് കഴിക്കാനുള്ളതല്ലേ വാങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എത്ര വെച്ചാലും ഒരുപാട് നാളല്ല, കുറച്ചൊക്കെ വെച്ചാലും അതൊന്നും കേടുവരില്ല. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ പാനിപൂരിയൊക്കെ ഉണ്ടാക്കി ഇനി കഴിച്ചാൽ മതി. അപ്പോൾ ഇന്ന് വലിയ പ്രതീക്ഷകളോടെ, ഇത് ടൈഗർ ബാം എടുത്ത് തേച്ചതാണ് കേട്ടോ. ഇത് അടയാളമാണെന്ന് വിചാരിക്കണ്ട. ശരിക്കും പുരുകൻ നല്ല നീട്ടി വരച്ച പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ പക്കുറിൽ ഇടയ്ക്കിടയ്ക്ക് പറ്റണ ഒരു അബദ്ധമാണ്, ടൈഗർ ബാമ്പ് എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടാവും, നിറയെ പൊള്ളിയിട്ട് പൊള്ളച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അന്ന് തേച്ച അന്ന് ഇങ്ങനെ ഞാനൊരു വരഞ്ഞ പോലെ, അതായത് കോറിയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എന്തോ ഇവിടെ തട്ടിയുണ്ടല്ലോ വിചാരിച്ചു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ കണ്ണാടി നോക്കുമ്പോഴാണ് ഇവിടെ ഒരു കളർ വ്യത്യാസം കാണുന്നത്. അത്ര പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഈ സൈഡ് തല വേദനിച്ചപ്പോൾ ഇവിടെ പരട്ടി കൊടുത്താണ്. എന്തായാലും നല്ലൊരു അടയാളമായിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷകളോടെ കുറേ വലിയ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി പോയാൽ എനിക്ക് ഇത്ര വീഡിയോ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വൈകിട്ടത്തേക്ക് ഇന്നിപ്പോൾ നനയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടായി. അപ്പോൾ ഇനി അകത്ത് കയറി ഇനി വീട്ടിനകത്ത് കുറച്ച് പണികളും ഒക്കെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ.